Hello dear students, so welcome to DOPA HYQ series. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് +1 കൗണ്ടർ കറന്റ് മെക്കാനിസം എന്ന് പറഞ്ഞൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക്, അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് MCQs, അത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട കുറച്ച് തിയറീസും കാര്യങ്ങളാണ്. അപ്പം ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ഡിസ്കഷൻ തുടങ്ങുന്നതിന് മുന്നേ നമുക്കൊരു 1-2 ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ആക്ച്വലി കൗണ്ടർ കറന്റ് മെക്കാനിസം എന്ന് പറയുന്നത് പലപ്പോഴും കുട്ടികൾ കൺഫ്യൂഷൻ പറയുന്ന ഒരു ടോപ്പിക്കാണ്. എന്ന് വെച്ചാൽ റിപ്പീറ്റേഴ്സ് ലെവലിൽ തന്നെ കുട്ടികളെ കുറച്ചുകൂടെ കൺസെപ്റ്റ് മനസ്സിലായിട്ടില്ല എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങളിത് പഠിച്ച ആളുകളാണെങ്കിലും പഠിക്കാത്ത ആളുകളാണെങ്കിലും ഈ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് വെച്ചാൽ അസേഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതൊന്ന് നോക്കാം. യെസ്, കണ്ടല്ലോ. ആൻഡ് ഇതിൽ രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ നോക്കൂ. ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, 4 സ്റ്റേറ്റ്മെൻറ്റുകൾ അവിടെ നിങ്ങൾക്ക് കാണാം. ഈ 4 സ്റ്റേറ്റ്മെൻറ്റ്, യെസ്, ഈ 4 സ്റ്റേറ്റ്മെൻറ്റുകൾ നിങ്ങളൊന്ന് അനലൈസ് ചെയ്തതിന് ശേഷം ഇതിൽ ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് തെറ്റ് എന്നുള്ളത് അതിന് കറസ്പോണ്ടിങ് ഓപ്ഷൻ ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. ഈ ഓപ്ഷനിൽ ഏതാണ് എന്നുള്ളത് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൺഫേം ചെയ്യാം. സോ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് കയറാം. ഈ ഒരു പെർട്ടിക്കുലർ കൗണ്ടർ കറന്റ് മെക്കാനിസം നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ what I will suggest is you should have a basic idea on the concept of osmosis. ഓസ്മോസിസുമായി ബന്ധപ്പെട്ടുള്ള ബേസിക് ഐഡിയ നമുക്കുണ്ടെങ്കിൽ ദിസ് ഈസ് വെരി സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. ഇതില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഈ ഒരു ടോപ്പിക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ്. അതായത് ഞാനൊരു സൊല്യൂഷൻ എടുത്തു, സൊല്യൂഷൻ എ ആൻഡ് സൊല്യൂഷൻ ബി. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സൊല്യൂഷൻ എയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് കുറേ കുറേ വാട്ടർ ഉണ്ട്. വാട്ടർ എന്ന് പറയുമ്പോൾ ഒരു സോൾവെൻ്റ് ആണ് അല്ലേ, സോൾവെൻറ്റ് കുറേ ഉണ്ട് അല്ലേ, ഇവിടെ കുറേ സോൾവെൻ്റ് ഉണ്ട്. മറ്റടുത്ത് സോൾവെൻറ്റിൻ്റെ അളവ് കുറവാണ്, കാരണം ഇവിടെ കുറേ സൊല്യൂട്ടുകൾ ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. ഇതിൽ ഗ്രീനിൽ കാണിച്ചിരിക്കുന്നത് സൊല്യൂട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഗ്യാപ്പിൽ ആരുണ്ടെന്ന് ചോദിച്ചാൽ ഒരു സെമി പെർമെബിൾ മെംബ്രെയിൻ ഉണ്ട് അല്ലേ. സെമി പെർമെബിൾ മെംബ്രെയിൻ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇറ്റ് ഈസ് ദ മെംബ്രെയിൻ വിച്ച് പെർമിറ്റ്സ് ദ ട്രാൻസ്പോർട്ട് ഓഫ് ദ സബ്സ്റ്റൻസസ് വിത്ത് റെസ്പെക്ട് ടു ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ആണ്. അതായത് ഹൈ കോൺസെൻട്രേഷൻ ടു ലോ കോൺസെൻട്രേഷൻ ഒക്കെ നമ്മൾ ഈ സബ്സ്റ്റൻസിൻ്റെ മൂവ്മെൻറ്റിനെ ഫേവർ ചെയ്യും. അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ഇതിൽ സൊല്യൂഷൻ എയിൽ നിന്ന് സൊല്യൂഷൻ ബിയിലോട്ടാണോ അതോ ബിയിൽ നിന്ന് എയിലോട്ടാണോ, അഥവാ ഇതിൽ നിന്ന് മൂവ്മെൻറ്റ് ഇവിടെ നടക്കുന്നത് ആർക്ക് എങ്ങോട്ടേക്കാണ് എങ്ങനെയാണെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സോ യെസ്, പറയാൻ പറ്റുമോ നിങ്ങൾക്ക് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് ഈ സെമി പെർമെബിൾ മെംബ്രെയിൻ ഇവിടെ പെർമിറ്റ് ചെയ്യുന്നത്, ആരുടെ മൂവ്മെൻ്റ് ആണ് എങ്ങോട്ടേക്കാണെന്നുള്ളതാണ് ചോദ്യം. someone is saying B to A, someone is saying A to B. What is the correct answer? The correct answer ഞാൻ പറയാം. കറക്റ്റ് ആൻസർ സൊല്യൂട്ട് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുക എന്നുള്ളതല്ല എന്ന് മനസ്സിലാക്കുക. സൊല്യൂട്ട് അവിടെ തന്നെ, സൊല്യൂട്ടിനേക്കാൾ ഇവിടെ മൂവ്മെൻറ്റ് നടക്കുന്നത് സോൾവെൻറ്റ് വിൽ മൂവ് ഫ്രം എ ടു ബി ആണ്. അതായത് എവിടെയാണോ കൂടുതൽ സോൾവെൻ്റ് ഉള്ളത്, കുറവ് സോൾവെൻ്റ് ഉള്ള സ്ഥലത്തോട്ട്, അഥവാ സൊല്യൂട്ട് കൂടുതലുള്ള സ്ഥലത്തോട്ടാണ് നമ്മുടെ സോൾവെൻ്റ് ആയിട്ടുള്ള വാട്ടർ മോളിക്യൂൾ പോവുക. എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ദിസ് പെർട്ടിക്കുലർ സൊല്യൂഷൻ ബി, ഈ പെർട്ടിക്കുലർ സൊല്യൂഷൻ ബീൻ്റെ അവസ്ഥ, ഈസ് ഇറ്റ് ഹാവിങ് ഹൈ ഓസ്മോളാരിറ്റി ഓർ ലോ ഓസ്മോളാരിറ്റി? ഡെഫിനറ്റ്ലി ദിസ് ഈസ് ഹാവിങ് എ ഓസ്മോളാരിറ്റി ദാറ്റ് ഈസ് വെരി ഹൈ ഓസ്മോളാരിറ്റി. കാരണം ഓസ്മോളാരിറ്റി ഈസ് ദ ടേം വിച്ച് ഡിനോട്ട്സ് ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ സൊല്യൂട്ട് ആണ്. ഇവിടെ കൂടുതൽ സൊല്യൂട്ട് ഉള്ളത് എവിടെയാണ്? ബിയിലാണ് കൂടുതൽ സൊല്യൂട്ട് ഉള്ളത്. അപ്പോൾ ഹൈ ഓസ്മോളാരിറ്റി ഉള്ള സ്പേസ് എന്ന് പറയുന്നത് ഇതിൽ ബി ആണെന്ന് മനസ്സിലാക്കുക. ആൻഡ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലോ ഓസ്മോളാരിറ്റി ആണ് ഈ പെർട്ടിക്കുലർ എയിലുള്ളത് എന്നുള്ളതും മനസ്സിലാക്കുക. കാരണം അവിടെ സൊല്യൂട്ട് ഇല്ല, അവിടെ വളരെ കുറച്ച് സൊല്യൂട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ സൊല്യൂട്ട് 0 ആണ്. അപ്പോൾ ഓസ്മോളാരിറ്റി അവിടെ വളരെ കുറവാണ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, വാട്ടർ വിൽ മൂവ് ഇൻ ടു എ ഹൈ ഓസ്മോളാരിറ്റി സ്പേസ് എന്നുള്ള കാര്യം നമ്മളിപ്പോൾ ഇവിടുന്ന് മനസ്സിലാക്കിയില്ലേ. അതായത് ഇപ്പോൾ നമ്മൾ രണ്ട് പെർട്ടിക്കുലർ സൊല്യൂഷൻ എടുത്തു. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സൊല്യൂഷൻ എയും ഉണ്ട്, സൊല്യൂഷൻ ബിയും ഉണ്ട്. ഇവിടെ കുറച്ച് സൊല്യൂട്ടുള്ളൂ, ഇവിടെ കുറേ സൊല്യൂട്ട് ഉണ്ടെന്ന് വിചാരിക്കും. ഇതൊക്കെ സൊല്യൂട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വെള്ളമുണ്ടെന്ന് മനസ്സിലാക്കുക. ഇതിൽ മിഡിൽ കാണുന്ന ഇത് സെമി പെർമെബിൾ മെംബ്രെയിൻ ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടുന്ന് എങ്ങോട്ട് മൂവ് ചെയ്യുമെന്നാണ് പറഞ്ഞത്? യെസ്, ബി ടു എ അല്ല, എ ടു ബി ആണ് മൂവ്മെൻറ്റ് നടക്കുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. എ ടു ബി ആർക്കാണ് മൂവ്മെൻറ്റ് നടക്കുക? എ ടു ബി ദ മൂവ്മെൻറ്റ് വിൽ ഹാപ്പൻസ് ഫോർ ദ സോൾവെൻ്റ് ആണ്, അഥവാ വാട്ടർ ആണ്. എവിടേക്ക് മൂവ് ചെയ്യുക? ഹൈ ഓസ്മോളാരിറ്റിയിൽ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുത്താൽ ഹൈ ഓസ്മോളാരിറ്റി സ്പേസിലോട്ട് നമ്മളെ വാട്ടർ മൂവ് ചെയ്യുന്നുള്ളതാണ് ഇപ്പം നമ്മൾ പ്രൂവ് ചെയ്തത്. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇനി കൗണ്ടർ കറന്റ് മെക്കാനിസം ഈസ് വെരി സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് കൗണ്ടർ കറന്റ് മെക്കാനിസത്തിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് നിങ്ങൾക്ക് അറിയായിരിക്കും, ഇവിടുന്ന് ബ്ലഡ് വന്നു, ഇവിടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത ഫിൽട്രേറ്റ് അവസാനം ഇതിലൂടെ പോയി ഏറ്റവും അവസാനം ഇതിലൂടെ പാസ് ചെയ്യുന്നു അല്ലേ, ഇതിലൂടെ പാസ് ചെയ്യുന്നു, കളക്റ്റിംഗ് ഡക്റ്റിലൂടെ പാസ് ചെയ്യുന്ന ഇവിടെയാണ് നമ്മൾ യൂറിൻ ഉണ്ടാക്കപ്പെടുന്നത്. ഈ യൂറിൻ്റെ പ്രത്യേകത, യൂറിൻ വിൽ ബി ഹൈലി കോൺസെൻട്രേറ്റഡ് ആണ്. അപ്പോൾ യൂറിൻ എങ്ങനെയാണ് കോൺസെൻട്രേറ്റ്
കോൺസെൻട്രേറ്റഡ് ആവുന്നത് എന്നുള്ള ഒരു പെർട്ടിക്കുലർ മെക്കാനിസമാണ് നമ്മൾ ഈ കൗണ്ടർ കറണ്ട് മെക്കാനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും കുട്ടികൾ കൺഫ്യൂഷൻ പറയുന്നത് ഇതാ ഈ ഒരു പെർട്ടിക്കുലർ ഫിഗർ മനസ്സിലായിട്ടില്ല സാർ എന്നുള്ളതാണ്. ഈ ഫിഗറും കൂടെ നമുക്കൊന്ന് നോക്കാം. ഈ ഫിഗറിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദിസ് ഈസ് ദ ഡിസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലീസ് ലൂപ്പ് ആൻഡ് ദിസ് ഈസ് ദ അസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലീസ് ലൂപ്പ്. ആൻഡ് വാസ റെക്റ്റൻ്റെ ഡിസെൻഡിങ് ലിംബ് ഏതാണെന്നുള്ളത് ചോദിച്ചാൽ ഈ ആരോ നിങ്ങൾ നോക്കിയാൽ മതി. ആരോ കണ്ടോ താഴോട്ട് പോകുന്നു. ആരോ താഴോട്ട് പോകുന്നതുകൊണ്ട് തന്നെ ദിസ് ഈസ് ദ ഡിസെൻഡിങ് ലിംബ് ഓഫ് വാസ റെക്റ്റ ആൻഡ് ദിസ് ഈസ് ദ അസെൻഡിങ് ലിംബ് ഓഫ് വാസ റെക്റ്റ. എന്ന് വെച്ചാൽ ശരിക്കും ഇവരെങ്ങനെ ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചാൽ ദിസ് ഈസ് ദ ഹെൻലീസ് ലൂപ്പ്. ഹെൻലീസ് ലൂപ്പ് ഇങ്ങനെയുണ്ട്. ഇതിനെ സറൗണ്ട് ഹെൻലീസ് ലൂപ്പിൻ്റെ ഡിസെൻഡിങ് ലിംബ് ഇതാണ്, അസെൻഡിങ് ലിംബ് ഇതാണ്. ആൻഡ് ഇതിനെ സറൗണ്ട് ചെയ്തിട്ടാണ് ശരിക്കും ആരുള്ളത് നമ്മുടെ വാസ റെക്റ്റ ഉള്ളത് അല്ലേ. വാസ റെക്റ്റ ഇതിനെ സറൗണ്ട് ചെയ്തിട്ടാണ് ഉള്ളതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വാസ റെക്റ്റ ഇത് ദിസ് വിൽ ബി ദ ഡിസെൻഡിങ് ലിംബ് ഓഫ് വാസ റെക്റ്റ ആൻഡ് ദിസ് വിൽ ബി ദ അസെൻഡിങ് ലിംബ് ഓഫ് വാസ റെക്റ്റ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് ഉള്ളതെന്ന് മനസ്സിലാക്കണം. അതായത് ഡിസെൻഡിങ് ലിംബിലൂടെ ഫിൽട്രേറ്റ് ഇങ്ങനെ താഴോട്ട് പോകുമ്പോൾ അസെൻഡിങ് ലിംബിലൂടെ ഫിൽട്രേറ്റ് ഇങ്ങനെ മേലോട്ട് പോകും. അതിന് കറസ്പോണ്ടിങ് ഇവിടെ നിങ്ങൾ കാണാം ഡിസെൻഡിങ് ലിംബിലെ ബ്ലഡ് ഡിസെൻഡിങ് ലിംബ് ഓഫ് വാസ റെക്റ്റ ദിസ് ഈസ് ദ വാസ റെക്റ്റ. വാസ റെക്റ്റൻ്റെ ഡിസെൻഡിങ് ലിംബിലൂടെ ബ്ലഡ് ഇങ്ങനെ താഴോട്ട് വരുന്നു ആൻഡ് ദിസ് ഈസ് ദ അസെൻഡിങ് ലിംബിലൂടെ ബ്ലഡ് ഇങ്ങനെ മേലോട്ട് പോകുന്നു. സോ ദിസ് ഈസ് ജസ്റ്റ് എ കൗണ്ടർ കറണ്ട് മെക്കാനിസം. ഇതിനെയാണ് നമ്മൾ കൗണ്ടർ കറണ്ട് എന്ന് വിളിക്കുക. അതായത് ഒരു പെർട്ടിക്കുലർ ലിംബിൽ കറണ്ട് ഇങ്ങോട്ടേക്കാണെങ്കിൽ ഈ ലിംബിൽ കറണ്ട് ഇങ്ങോട്ടേക്കാണ്, ഇതിൽ ഇങ്ങോട്ടേക്കാണ്. സോ നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലേ. സോ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ദിസ് ഈസ് ദ കറണ്ട്. ഇതിലൂടെ കറണ്ട് മേലോട്ടാണെങ്കിൽ ഇതിലൂടെ കറണ്ട് താഴോട്ടാണ്, വീണ്ടും കറണ്ട് മേലോട്ടാണ്, വീണ്ടും കറണ്ട് താഴോട്ടാണ്. സോ ദിസ് ഈസ് എ കൗണ്ടർ കറണ്ട്. അപ്പോൾ ഈ കൗണ്ടർ കറണ്ട് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ ദ യൂറിൻ കോൺസെൻട്രേഷൻ. ഇത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ വാസ റെക്റ്റനെ ശരിക്കും പറഞ്ഞാൽ വാസ റെക്റ്റ ഇതിന് സറൗണ്ട് ചെയ്തിട്ട് ഇവിടെ വരേണ്ട ഒരു സ്ട്രക്ചറാണ് അല്ലേ. ഇവിടെ വരേണ്ട സ്ട്രക്ചറാണ്. ആ വാസ റെക്റ്റനെ പിടിച്ചിട്ട് NCERT-യിൽ ഈ തൊട്ടപ്പുറത്തേക്ക് ഇമേജ് വെച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് വാസ റെക്റ്റ ഇപ്പുറത്തേക്കാണ് വെച്ചത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ആൻഡ് ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ അസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലീസ് ലൂപ്പാണ് ആദ്യം NaClനെ പുറത്തേക്ക് ഇട്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കും. പുറത്തേക്ക് എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ദ സ്പേസ്? ഈ സ്പേസിനെ പൊതുവേ നമ്മൾ വിളിക്കുന്ന പേര് മെഡുലറി ഇൻഡസ്ട്രീഷ്യം എന്നാണ്. സോ ദിസ് ഈസ് ദ മെഡുലറി ഇൻഡസ്ട്രീഷ്യം. നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ ഒരു മെഡുലറി പിരമിഡ് ഉണ്ടെന്നെങ്കിലും അസ്യൂം ചെയ്തോ. മെഡുലറി പിരമിഡിൻ്റെ പ്രത്യേകത ഈ മെഡുലറി പിരമിഡിൻ്റെ അകത്തോട്ടാണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ആരുള്ളത് നമ്മുടെ ഹെൻലീസ് ലൂപ്പും വാസ റെക്റ്റയും ഉള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ആൻഡ് ഈ ഒരു സ്പേസിനെ നമ്മൾ വിളിക്കുന്ന പേര് മെഡുലറി ഇൻഡസ്ട്രീഷ്യാണ്. ആൻഡ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. ഈ മെഡുലറി ഇൻഡസ്ട്രീഷ്യത്തിനെ ഹൈപ്പർ ഓസ്മോട്ടിക് ഓർ ഹൈ ഓസ്മോളാരിറ്റിയിൽ ഒരു സ്പേസ് ആക്കുക എന്നുള്ളതാണ് ഈ കൗണ്ടർ കറണ്ട് മെക്കാനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇങ്ങോട്ടേക്ക് NaCl കണ്ടോ, കുറേ NaCl ഇങ്ങനെ വരുന്നത് കണ്ടോ. NaCl ഇവിടുത്തെ സൊല്യൂട്ടായിട്ട് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. ആൻഡ് ഈ NaCl മാത്രമല്ല ഇങ്ങോട്ടേക്ക് യൂറിയയും വരുന്നുണ്ട്. NaCl ആദ്യം പുറത്തേക്ക് ഇടുന്ന ആരാന്ന് മനസ്സിലാക്കണം. NaClനെ പുറത്തേക്ക് ഇട്ടത് നമ്മുടെ അസെൻഡിങ് ലിംബാണ്. NCERT കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആദ്യം അസെൻഡിങ് ലിംബ് NaClനെ പുറത്തേക്ക് ഇടുന്നു. അങ്ങനെ NaClകൾ കുറേ ഇവിടെ വരുന്നു കണ്ടോ. കുറേ NaCl അവിടെ വന്നു. മാത്രമല്ല യൂറിയനെ പുറത്തേക്ക് ഇട്ട ആൾ കളക്റ്റിംഗ് ഡക്റ്റാണ്. ചുരുക്കി പറഞ്ഞാൽ ആ ഒരു മെഡുലറി ഇൻഡസ്ട്രീഷ്യൽ സ്പേസിൽ ഓസ്മോളാരിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് NaClയും യൂറിയയും വന്നു. ഓസ്മോളാരിറ്റി കൂടുതലുള്ള സ്ഥലത്തോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു വാട്ടർ അട്രാക്റ്റഡ് ആവുന്നുള്ള കാര്യം നമ്മൾ തൊട്ട് മുന്നേ പ്രൂവ് ചെയ്തു അല്ലേ. ഓസ്മോളാരിറ്റി കൂടുതലുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വെള്ളം അട്രാക്റ്റഡ് ആയി പോകും എന്നുള്ളത് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ NaClയും യൂറിയ എന്ന് പറഞ്ഞ രണ്ട് സൊല്യൂട്ട് ഉള്ളത് കൊണ്ട് അങ്ങോട്ടേക്ക് വെള്ളം അട്രാക്റ്റഡ് ആയിട്ട് പുറത്തോട്ട് ചാടിപ്പോകുന്നു കണ്ടോ. വെള്ളം അങ്ങോട്ടേക്ക് ചാടിപ്പോകുന്നത് കൊണ്ട് തന്നെ ഇവിടെ പാസ് ചെയ്യുന്ന ഫിൽട്രേറ്റ് അവസാനം യൂറിനായി മാറുന്ന ഈ യൂറിൻ എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റഡ് യൂറിനായി മാറും. സോ പാസ് ചെയ്യുന്ന യൂറിൻ കോൺസെൻട്രേറ്റഡ് ആവാനുള്ള കാരണം എന്താ? വെള്ളം അവിടെ നിന്ന് പുറത്തോട്ട് ചാടി അഥവാ മെഡുലറി ഇൻഡസ്ട്രീഷ്യത്തിലോട്ട് ചാടി അവിടെ നിന്ന് വെള്ളത്തിനെ നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇതിൽ വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ NaCl ഒരു പരിധിയിൽ കൂടുതൽ ഇവിടെ വരാനും പാടില്ല. കാരണം നമ്മൾ ഒരു പെർട്ടിക്കുലർ ഫിക്സഡ് കോൺസെൻട്രേഷൻ അവിടെ കോൺസെൻട്രേറ്റഡ് യൂറിനാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ NaCl ഒരു പരിധിയിൽ കൂടുതൽ കൂടുകയാണെങ്കിൽ അതിനൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് അതിനൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആരുണ്ട് ഇവിടെ നമ്മുടെ ഡിസെൻഡിങ് ലിംബ് ഓഫ് ദ വാസ റെക്റ്റ ഉണ്ട്. ഡിസെൻഡിങ് ലിംബ് ഓഫ് വാസ റെക്റ്റ എന്ത് ചെയ്യുന്നു? NaClനെ വാങ്ങുന്നു. NaClനെ എങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു കണ്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും NaClനെ എങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. NaCl ഇങ്ങനെ ഇതിലൂടെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് അസെൻഡിങ് ലിംബ് ഓഫ് വാസ റെക്റ്റയിലേക്ക് എത്തി വീണ്ടും NaClനെ അങ്ങോട്ടേക്ക് പുറത്തേക്ക് ഇടുന്നു. സോ ദാറ്റ് ഒരു ഫിക്സഡ് NaCl ആയിരിക്കും എപ്പോഴും മെഡുലറി ഇൻഡസ്ട്രീഷ്യത്തിൽ ഇങ്ങനെ സെറ്റായി നിൽക്കുന്നത്. സോ ഒരു ഫിക്സഡ് NaCl മെഡുലറി ഇൻഡസ്ട്രീഷ്യത്തിൽ സെറ്റാണ്. അതിൻ്റെ ഒരു NaCl ഒരു മൂവ്മെൻറ്റ് ഇപ്പം നമ്മൾ കാണിച്ചു. NaCl മൂവ്മെൻറ്റ് ഞാൻ ഒന്നുകൂടെ ട്രേസ് ചെയ്യാം. വെരി സിമ്പിളാണ്. ആദ്യം NaCl പുറത്തേക്ക് ഇട്ടത് നമ്മുടെ അസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലീസ് ലൂപ്പാണ്. പിന്നെ NaCl വാങ്ങിയത് ഡിസെൻഡിങ് ലിംബ് ഓഫ് വാസ റെക്റ്റയാണ്. NaCl ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിച്ചു കണ്ടോ. NaCl ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിച്ചു വീണ്ടും NaClനെ പുറത്തേക്ക് ഇട്ടത് അസെൻഡിങ് ലിംബ് ഓഫ് വാസ റെക്റ്റയാണ്. സോ ദാറ്റ്
ഒരു ഫിക്സഡ് NaCl എപ്പോഴും മെഡുലറി ഇൻഡസ്ട്രീഷ്യത്തിൽ ഇങ്ങനെ ഫിക്സഡ് ആയിട്ട് സെറ്റായിട്ട് നിൽക്കുന്നുണ്ടാവും. ആ NaCl അവിടെ ഉള്ളത് കൊണ്ട് തന്നെ മെഡുലറി ഇൻഡസ്ട്രീഷ്യം ഈ ഒരു സ്പേസ് ഹൈപ്പർ ഓസ്മോട്ടിക് ആയി മാറുന്നു. ഹൈപ്പർ ഓസ്മോട്ടിക് ആയ ആ സ്പേസിലോട്ട് ആര് അട്രാക്റ്റഡ് ആവുന്നു? വെള്ളം അട്രാക്റ്റഡ് ആവുന്നു. സോ ദാറ്റ് വി വിൽ ബി പാസിങ് എ കോൺസെൻട്രേറ്റഡ് യൂറിൻ എന്നുള്ളതാണ്. മാത്രമല്ല യൂറിയയും ഇവിടുത്തെ ഓസ്മോലാരിറ്റി കൂട്ടാൻ കാരണമാവുന്നുണ്ട്. യൂറിനെ പുറത്തേക്ക് ഇട്ടത് ആരാ? നമ്മുടെ കളക്റ്റിംഗ് ഡക്റ്റ് ആണ്. ആൻഡ് യൂറിയം ഒരു പരിധിയിൽ കൂടുതൽ വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ യൂറിയനെ കുറച്ച് കഴിഞ്ഞാൽ യൂറിൻ എങ്ങോട്ടേക്ക് ഇടുന്നുണ്ട്? നമ്മുടെ തിൻ അസെൻഡിങ് ലിംബ് ഓഫ് ദ ഹെൻലീസ് ലൂപ്പാണ്. അസെൻഡിങ് ലിംബിൻ്റെ ഒരു തിൻ സെഗ്മെൻ്റ് ആണ് ഈ കാണുന്നത്. അങ്ങോട്ടേക്കാണ് നമ്മൾ യൂറിയനെ അബ്സോർബ് ചെയ്യുന്നത്, കണ്ടോ. ആൻഡ് ഈ യൂറിയ വിൽ ബി ആക്ച്വലി ട്രാൻസ്പോർട്ടഡ് ലൈക്ക് ദിസ്. ഒരു ഫിക്സഡ് കുറച്ച് യൂറിനെ എങ്ങോട്ടേക്കും കളയും. ഒരു ഫിക്സഡ് യൂറിൻ എപ്പോഴും നമ്മൾ എവിടെ കീപ്പ് ചെയ്യും? മെഡുലറി ഇൻഡസ്ട്രീഷ്യത്തിൽ കീപ്പ് ചെയ്യും. സോ ദാറ്റ് നമ്മൾ മെഡുലറി ഇൻഡസ്ട്രീഷ്യം എപ്പോഴും എന്തായിരിക്കും? ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് അവിടെ ഉണ്ടാവും. അതായത് ഹൈപ്പർ ഓസ്മോട്ടിക് ആയിട്ടുള്ള മെഡുലറി ഇൻഡസ്ട്രീഷ്യം എപ്പോഴും ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ വെള്ളം അങ്ങോട്ടേക്ക് നല്ലോണം അട്രാക്റ്റഡ് ആവുന്നു എന്നുള്ളതാണ് അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ അങ്ങോട്ടേക്ക് വാട്ടർ അട്രാക്റ്റഡ് ആവുന്നു. സോ ദാറ്റ് വിൽ ബി പാസിങ് എ കോൺസെൻട്രേറ്റഡ് യൂറിൻ. മാത്രമല്ല ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. ഇവിടെ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാം 300 മില്ലി ഓസ്മോൾ പെർ ലിറ്റർ ആണ്. ഇവിടുന്ന് താഴോട്ട് അതായത് ഡീപ്പ് മെഡുലറി ഇൻഡസ്ട്രീഷ്യത്തിലോട്ട് പോകുമ്പോൾ 300-ൽ നിന്ന് 1200-ലോട്ട് പോകുന്നുണ്ട് അല്ലേ. 300 × 4 ടൈംസ്, ദാറ്റ് മീൻസ് 300 × 4 ഈസ് 1200. NCERT തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് 4 ടൈംസ് കോൺസെൻട്രേറ്റഡ് യൂറിൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് പോസിബിൾ ആണെന്നുള്ളത് NCERT കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആൻഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഇവിടെ നമ്മൾ ബ്ലഡ് വരുന്നുണ്ട് അല്ലേ. ഈ ബ്ലഡിൻ്റെ ഓസ്മോലാരിറ്റി എന്ന് പറയുന്നത് 300 തന്നെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും, ഇവിടെയും 300 ആണ്. സോ PCTയിൽ പ്രൊഡ്യൂസ് ചെയ്ത ഫിൽട്രേറ്റ് ഈസ് ഐസോട്ടോണിക് വിത്ത് റെസ്പെക്ട് ടു പ്ലാസ്മ എന്നുള്ള കാര്യം മനസ്സിലാക്കാം. കാരണം പ്ലാസ്മയിലും 300 ആണ്, ഇവിടെയും 300 ആണ്. സോ ഹിയർ ഇറ്റ് ഈസ് ഐസോട്ടോണിക്. ഓക്കെ, നമ്മൾ ചോദ്യത്തിലോട്ട് നമ്മൾ വരികയാണ് കേട്ടോ. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് 200 എന്ന് കാണാം. ഈ 200 എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു 300 അല്ലേ. വിത്ത് റെസ്പെക്ട് ടു പ്ലാസ്മയെ നമ്മൾ കമ്പയർ ചെയ്യുക. ദിസ് ഈസ് സോ ഹൈപ്പോട്ടോണിക് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ആൻഡ് ഫിൽട്രേറ്റ് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് നിങ്ങൾ നോക്കൂ, ഇതിൽ നിന്ന് വെള്ളം ഇങ്ങനെ പുറത്തേക്ക് പോകുന്നുണ്ട് അല്ലേ. വെള്ളം പുറത്തേക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഇവിടെ കോൺസെൻട്രേഷൻ നടക്കും. ഏറ്റവും ലാസ്റ്റ് ഹൈപ്പർ ടോണിക് ആയിട്ടുള്ള ഒരു ഫിൽട്ടർ ഈ ഒരു ഭാഗത്ത് ഹൈപ്പർ ടോണിക് ആണ്. 1200 ആയതുകൊണ്ട് ദിസ് ഈസ് ഹൈപ്പർ ടോണിക് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് അറിയായിരിക്കും ഇവിടെ നിന്ന് വെള്ളമാണ് പുറത്തേക്ക് പോകുന്നത്. അതുകൊണ്ട് താഴോട്ട് പോകുന്നതിനനുസരിച്ച് കോൺസെൻട്രേഷൻ കൂടി പോകുന്നു. ആൻഡ് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നത് സൊല്യൂട്ടാണ്. സൊല്യൂട്ട് പോകുന്നതിനനുസരിച്ച് എന്താ സംഭവിക്കുക? കോൺസെൻട്രേഷൻ ഡൈല്യൂട്ട് ആവുകയാണ് ചെയ്യുക. സോ മേലോട്ട് റൈസ് ചെയ്യുന്നതിനനുസരിച്ച് ഡൈല്യൂട്ടായി അവസാനം 200 ആവുന്നു. സോ ദിസ് ഈസ് ദ ഐഡിയ. ഓവറോൾ ഇത്ര മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ദാറ്റ് മീൻസ് ദ ഹൈപ്പർ ഓസ്മോട്ടിക് മെഡുലറി ഇൻഡസ്ട്രീഷ്യം എന്ന് പറഞ്ഞൊരു മെഡുലറി ഇൻഡസ്ട്രീഷ്യം ഹൈപ്പർ ഓസ്മോട്ടിക് ആക്കാൻ കാരണം നമ്മൾ NaClയും യൂറിയാണ്. അതുകൊണ്ട് തന്നെ കളക്റ്റിംഗ് ഡക്റ്റിൽ നിന്ന് വെള്ളം അങ്ങോട്ടേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പാസ് ചെയ്യുന്ന യൂറിൻ കോൺസെൻട്രേറ്റഡ് ആയി മാറുന്നു. ഇത്ര മാത്രമേ ഉള്ളൂ മക്കളെ ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക്. ഇനി നിങ്ങൾ വെറുതെ ഈ ഒരു ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു MCQ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. ഇൻ PCT ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ബിക്കം ഹൈപ്പർടോണിക് ടു ബ്ലഡ് പ്ലാസ്മ. തെറ്റാണ്. ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള ഹൈപ്പർടോണിക് അല്ല, ഇറ്റ് ഈസ് ഐസോട്ടോണിക് അല്ലേ. DCT ആണെങ്കിൽ ഹൈപ്പോട്ടോണിക് ആണ്. ഹെൻലീസ് ലൂപ്പിൽ താഴേക്ക് ഇറങ്ങുന്നതിനനുസരിച്ച് ടോണിസിറ്റി കൂടി പോകുന്നു എന്ന് പറഞ്ഞു. സോ ദിസ് ഈസ് ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. HCO3- ഈസ് അബ്സോർബ്ഡ് ഓൺലി ഇൻ ദ PCT. അത് നിങ്ങൾ ഫങ്ഷൻസ് ഓഫ് ട്യൂബ്യൂൾസ് എന്നുള്ള ഭാഗത്ത് പറയുന്നുണ്ട്. HCO3- PCTയിൽ മാത്രമൊന്നുമല്ല, DCT PCT രണ്ടിടത്തും ഉണ്ട്. സോ ബേസിക്കലി അതൊരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് എടുക്കേണ്ടി വരും അല്ലേ. സോ ദിസ് ഈസ് എ ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ്. കിട്ടിയല്ലോ മക്കളെ. അടുത്ത് നോക്കാം. യൂറിൻ ഈസ് ഹൈപ്പർടോണിക് ഇൻ DCT. തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ആണ്. യൂറിൻ ഈസ് ഹൈപ്പോട്ടോണിക് ആണ്. 200 ആണ്. വെൻ യൂറിൻ പാസസ് ഇൻ ടു കളക്റ്റിംഗ് ഡക്റ്റ് ഇറ്റ് ബിക്കംസ് ഹൈപ്പോട്ടോണിക്. യൂറിൻ ഹൈപ്പോട്ടോണിക്കായി മാറുകയാണെന്ന് പറയാൻ പറ്റുമോ? കളക്റ്റിംഗ് ഡക്റ്റിലോട്ട് പോകുന്നതിനനുസരിച്ച് നിങ്ങൾ നോക്കണം. കളക്റ്റിംഗ് ഡക്റ്റിലോട്ട് ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് യൂറിൻ ഈസ് ബിക്കമിങ് ഹൈപ്പർടോണിക് അല്ലേ. ഹൈപ്പർടോണിക്ക കൂടിയിട്ടാണ് പോകുന്നത്. കാരണം വെള്ളം അവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. സോ അതും തെറ്റാണ് അല്ലേ. സോ ദാറ്റ് ഈസ് ആൾസോ എ ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ്. സോ 3 നോക്കാം. യൂറിൻ ഈസ് ഐസോട്ടോണിക് ഇൻ PCT. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മൾ പറഞ്ഞു 300. യൂറിൻ ബിക്കംസ് മോർ ആൻഡ് മോർ ഹൈപ്പോട്ടോണിക് ആസ് ഇറ്റ് പാസസ് ത്രൂ ദ ഹെൻലീസ് ലൂപ്പ്. ഒരു അൺക്ലിയർ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഹെൻലീസ് ലൂപ്പിലൂടെ പോകുമ്പോൾ ഫസ്റ്റ് ഇറ്റ് ഈസ് ബിക്കമിങ് മോർ ആൻഡ് മോർ ഹൈപ്പർടോണിക്. കണ്ടോ, ഇവിടുന്ന് വെള്ളം പോകുന്നതുകൊണ്ട് തന്നെ ഹൈപ്പർടോണിക് ആവുന്നു. പക്ഷേ പിന്നീട് മേലോട്ട് പോകുന്നതിനനുസരിച്ച് ഹൈപ്പോട്ടോണിക്. സോ അസെൻഡിങ് ലിംബിലൂടെ മേലോട്ട് റൈസ് ചെയ്യുന്നതിനനുസരിച്ച് ഹൈപ്പോട്ടോണിക് എന്ന് പറയാം. ഡിസെൻഡിങ് ലിംബിലൂടെ താഴോട്ട് ഇറങ്ങുന്നതിനനുസരിച്ച് ഹൈപ്പർടോണിക് ആണ് ആവുന്നത്. സോ ദിസ് ഈസ് എഗെയിൻ എ false statement. So നമുക്ക് this is a tricky question ആണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലേ. So basically the correct answer will be option 3. That is only 3 will be the correct answer.
സോ മക്കളെ, നമുക്ക് HYQ സീരീസിൽ കൗണ്ടർ കറന്റ് മെക്കാനിസത്തിൻ്റെ ഒരു സൂപ്പർഫിഷ്യൽ ഐഡിയയാണ് ഞാൻ പറഞ്ഞത്. ഇത് മാത്രം മതി നിങ്ങൾക്ക് നീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ചെയ്യാൻ. ആൻഡ് ഇത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഇനി അടുത്തത് പറയാനുള്ളത് ഈ ഒരു യൂറിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഹോർമോൺസുകൾക്ക് എന്തെങ്കിലുമൊക്കെ റോൾ ഉണ്ടോ എന്നുള്ളതാണ്. അത് നമുക്ക് HYQൻ്റെ അടുത്ത സീരീസിൽ ചെയ്യാം. സോ ലെറ്റ്സ് മീറ്റ് ഇൻ ദ നെക്സ്റ്റ് HYQ സീരീസ്. ബൈ ബൈ.